സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TM-ലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസം കണ്ട് വിചാരിക്കുന്നുണ്ട് വയോജനങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി, അതായത് വൃദ്ധരായ മാതാപിതാക്കളുടെ അവസ്ഥയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ ജിദ്ദയിലാണ്. അപ്പോൾ ജിദ്ദയിൽ വെച്ച് എൻ്റെ ഒരു പഴയ സ്നേഹിതന്, അബുദാബിയിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹിതനെ കാണാനിടയായി. അപ്പോൾ അദ്ദേഹത്തിന് 3 മക്കൾ, എനിക്ക് 3 മക്കളാണ് ആ സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് 3 ആൺമക്കളാണ്. അപ്പോൾ എൻ്റെ സ്നേഹിതന് 3 മക്കളിൽ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ്, ഡോക്ടറാണ്. ബാക്കി 2 ആൺമക്കൾ എഞ്ചിനീയർമാരാണ്. എൻ്റെ 3 മക്കളും എഞ്ചിനീയർമാരാണ്. അപ്പോൾ ബൈ ചാൻസിനാണ് ജിദ്ദയിൽ വെച്ച് കാണാനിടയായി. അപ്പോൾ വയസ്സായി, ഒരുപാട് ക്ഷീണമുണ്ട്. ഞാനും വയസ്സായി, പക്ഷേ എന്നെക്കാളും വയസ്സായിട്ട് തോന്നിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ? അപ്പോൾ ഉംറയ്ക്ക് വന്നതാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇവിടെ എല്ലാവരും ഉംറയ്ക്ക് വരാറുണ്ടല്ലോ. അപ്പോൾ ഉംറയ്ക്ക് വന്നതാണോ എന്ന് ചോദിച്ചാൽ ഉംറയ്ക്ക് മാത്രമല്ല വന്നത്, ജോലിയും കൂടെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ കഴിഞ്ഞ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. ഭാര്യയും മക്കളും എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് ഈ മനുഷ്യനെ അവഗണിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്ത്, അതായത് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ആ മനുഷ്യൻ, എൻ്റെ സ്നേഹിതൻ, എത്രയെങ്കിലും വർഷം മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ട്, ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട്, അവരെല്ലാം ഒന്നിച്ച് അബുദാബിയിൽ ഉണ്ടായിരുന്നതാണ്, ഫാമിലി ആയിട്ട് തന്നെ. ആ മനുഷ്യന് ഇവർ മക്കളും തള്ളയും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി. അങ്ങനെ വീണ്ടും ജോലിക്ക് വന്നിരിക്കുകയാണ്, ഒരു ഹൗസ് ഡ്രൈവറായിട്ട്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പല മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പിതാക്കന്മാർ തന്നെ, അച്ഛന്മാർക്ക് തന്നെ, അപ്പന്മാർക്ക് തന്നെ, അവർക്കാണ് കൂടുതലുമായിട്ട് അമളി വരിക്കുന്നത്. കാരണം അവരുടെ ജീവിതകാലത്ത് നല്ല സമയത്തെല്ലാം എല്ലാം ഉണ്ടാക്കി ഒന്നും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കാതെ മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടി ചെലവഴിക്കും. അപ്പോൾ ബാങ്ക് ബാലൻസ് സെപ്പറേറ്റ് ആയിട്ട് ചിലർ സ്വാർത്ഥമോഹികളായ ആൾക്കാർ ബാങ്കിൽ എങ്ങനെ ബാലൻസ് ഉണ്ടാക്കി വെച്ച് അവരുടെ കാര്യത്തിന് അത് പിന്നീട് ഉപകാരപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ മനുഷ്യനും ഞാനും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ബാങ്കിലൊന്നും ബാലൻസ് ഇല്ലാതെ നമ്മളും അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. അപ്പോൾ എന്തായാലും ശരി, ഇപ്പോൾ ആ മനുഷ്യൻ, നമ്മൾ മനസ്സിലാക്കണം, ആ വയസ്സാം കാലത്ത് 70 വയസ്സ് കഴിഞ്ഞ് ആ മനുഷ്യൻ ഇവിടെ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. കാര്യം ഇന്നത്തെ പിതാക്കന്മാരുടെ അവസ്ഥ ഇതാണ്. മക്കള് അവഗണിക്കും. അപ്പൊ അവരുടെ മുമ്പിൽ പോയി നമ്മൾ പുച്ഛമടക്കി നിന്ന് നമ്മുടെ ചെലവിന് വേണ്ടി നമ്മൾ പൈസക്ക് യാചിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതിനല്ലേ അതിനേക്കാൾ നല്ലത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ആ മനുഷ്യൻ വീണ്ടും ഗൾഫിലേക്ക് കയറി. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ ഒരു വയോജനങ്ങൾക്ക് പ്രത്യേകമായ ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വകുപ്പ് പ്രകാരം ഇങ്ങനെയുള്ള മക്കളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അവർക്ക് ശരിയായ ശിക്ഷ കൊടുക്കുക മാത്രമല്ല, ശിക്ഷയ്ക്ക് അതിന് അവരർഹരാണ്. കാരണം മാതാപിതാക്കളെ അവഗണിക്കുക, അത് തന്തയാവട്ടെ തള്ളയാവട്ടെ, അമ്മയാവട്ടെ അച്ഛനാവട്ടെ, വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ, അപ്പൊ ആരെയായിരുന്നാലും അങ്ങനെ അവഗണിക്കുകയും അവർക്ക് ചെലവിന് കൊടുക്കാതിരിക്കുകയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും ഒക്കെ ചെയ്താൽ അവർ നിയമത്തിന്റെ മുമ്പിൽ കുറ്റവാളിയാകണം. അങ്ങനെ നിയമം കൊണ്ടുവരണം. ഈ വകുപ്പ് വന്നതിന് ശേഷമെങ്കിലും ഗവൺമെന്റ്, അതായത് ഇപ്പോൾ വന്ന UDF ഗവൺമെന്റ്, അപ്പൊ അതിനു വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കണം. കാരണം പൊതുജന മധ്യത്തിൽ അവരുടെ പേര് പ്രസിദ്ധപ്പെടുത്തണം, അവരുടെ ഫോട്ടോ പ്രസിദ്ധപ്പെടുത്തണം, അവരുടെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ആ മാതാപിതാക്കൾക്ക് ആവശ്യപ്പെട്ട് അർഹമായ രീതിയിലുള്ള സ്വന്തമായി നിലനിന്ന് പോകാൻ വേണ്ട ചെലവിന് കൊടുക്കാനുള്ള അവകാശം സ്ഥാപിച്ചു കൊടുക്കണം ഗവൺമെന്റ്. UDF ഗവൺമെന്റ് അത് ചെയ്യണം. കാരണം അതില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് മാതാപിതാക്കൾ ഏതെല്ലാം രീതിയിലാണ് കഷ്ടപ്പെട്ട് ആ മക്കളെ വളർത്തിയിട്ടുള്ളത് നമ്മൾ കാണുന്നതല്ലേ, ഇപ്പോഴും കാണുന്നതല്ലേ. ഇപ്പൊ നമ്മളെ മക്കൾ തന്നെ അവരുടെ മക്കളെ ഏതെല്ലാം രീതിയിലാണ് നോക്കുന്നതെന്ന് നമ്മൾ കാണുന്നില്ലേ. എത്ര രൂപ വേണമെങ്കിലും സ്വന്തം മക്കൾക്ക് വേണ്ടി ചെലവഴിക്കില്ലേ. ഇപ്പൊ 50 ലക്ഷം ആയാലും 25 ലക്ഷം ആയാലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മക്കളെ കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്താൽ അത് ശരിയാവുന്നുണ്ട്, അങ്ങനെ പോകും. അപ്പൊ ആ മാതാപിതാക്കൾ സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിത രീതി തന്നെ, ജീവിതം തന്നെ രൂപപ്പെടുത്തി എടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡെയിലി റൊട്ടീൻ, അവരുടെ ജീവിതചര്യ തന്നെ സ്വന്തം മക്കൾക്ക് വേണ്ടി മാറ്റിയെടുക്കേണ്ടവർ മാതാപിതാക്കൾ.
എല്ലാം അവരുടെ സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് മക്കൾക്ക് വേണ്ടി. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്നതാണ് അവരുടെ മക്കൾക്ക് വേണ്ടി അവർ ചെയ്യുന്നത്. അപ്പൊ അതേപോലെ ഈ മക്കൾ ചിന്തിക്കണം, അതായത് എൻ്റെ മാതാപിതാക്കളും ഇങ്ങനെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അത് ഗവൺമെന്റ് മനസ്സിലാക്കിച്ചു കൊടുക്കണം. സർക്കാർ ജോലിയുള്ള മക്കൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനി IAS അല്ല, IPS അല്ല, ഇനി താഴെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ആയിരുന്നാൽ പോലും അവരിൽ നിന്ന് അർഹമായത് സർക്കാർ പിടിച്ചെടുക്കണം. ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുത്ത് ആ മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. നമുക്കറിയാം യൂസുഫ് അലി സാഹിബ്, അദ്ദേഹം ഇതിനൊരു മാതൃകയാണ്, പറയാതിരിക്കാൻ ഒക്കില്ല. ഏത് കാര്യത്തിനും ഇപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ മാതൃകയാക്കാൻ പറ്റിയ മനുഷ്യൻ യൂസുഫ് അലിയാണ്. ആ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അതായത് നാട്ടിൽ നിന്ന് ഒരുപാട് 10-35,000 പേര് ജോലി കൊടുത്തിട്ടുണ്ട് ആ മനുഷ്യൻ പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ. അപ്പോ ആ മാതാപിതാക്കളെടുത്ത് അവര് നാട്ടിൽ വരുന്ന സമയത്ത് ആ യൂസുഫ് അലി ചോദിക്കുന്നത്, ഞങ്ങൾ ടെലിവിഷനിലൊക്കെ ഞങ്ങൾ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മക്കൾ പൈസ അയച്ചു തരുന്നുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. കാരണം ശമ്പളത്തിൽ നിന്ന് പിടിച്ച് കട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു സംവിധാനം സർക്കാരും ഉണ്ടാക്കണം. മാതാപിതാക്കൾക്ക് കൊടുക്കാതെ വളർത്തി പിന്നെ ഇത്രയും വലുതാക്കി അവരെ നല്ല രീതിയിൽ ആക്കിയതിന് ശേഷം അവർ മാതാപിതാക്കളെ അവഗണിക്കുന്നു. അവഗണനയാണ് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത കാര്യം. കാരണം പിന്നെ ഭാര്യയും കുട്ടികളും ആയിട്ട് മക്കൾ പുറത്തു പോകും, മാതാപിതാക്കളെ തീരെ ശ്രദ്ധിക്കില്ല, അവഗണിക്കുകയാണ്. ഈ മക്കളെ ആ മാതാപിതാക്കളെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒറ്റയ്ക്ക് മാതാപിതാക്കൾ മാത്രമായിട്ട് പോകും, മക്കളെ കൊണ്ടുപോകണം. അവരുടെ സന്തോഷവും അവരുടെ സുഖവും അവരുടെ സ്നേഹത്തിനും അവരുടെ ലാളനയ്ക്കും വേണ്ടി എന്തെല്ലാമാണ് ആ മനുഷ്യന്മാർ മാതാപിതാക്കളെ ചെലവഴിച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ ആ മാതാപിതാക്കളെ കൊണ്ടുപോകണ്ടേ. എവിടെയെങ്കിലും പോകുമ്പോൾ മാതാപിതാക്കൾ അവർ വയസ്സായി, അവരെ കൊണ്ടുപോകണം, ബുദ്ധിമുട്ടാണ്. ചിലർ വീൽ ചെയറിലായിരിക്കും, അതൊക്കെ കഷ്ടപ്പാടാണ്, ഭാര്യ പറയും അല്ലെങ്കിൽ ഭർത്താവ് പറയും. അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാകരുത്. മക്കള് മാതാപിതാക്കളെ അവഗണിക്കരുത്. ആ അവഗണനയും ശിക്ഷാർഹമായ കുറ്റമാക്കണം. അതിന് പിന്നെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുൻകൈയെടുത്ത് നിയമ സംവിധാനത്തിൽ മാറ്റം വരുത്തി ഈ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ മക്കളിൽ നിന്ന് പണവും വസൂലാക്കി കൊടുക്കണം, അവരെ ശിക്ഷിക്കുകയും വേണം. കാരണം അതൊരു മാതൃകയാവണം. ഇന്ത്യക്കല്ല, ലോകത്തിന് തന്നെ മാതൃകയാവണം. ആരും എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും എതിർക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നും ഇനിയെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി മാതാപിതാക്കൾക്ക് വേണ്ടി മക്കള് സമയം ചെലവഴിക്കണം, നിർബന്ധമായിട്ട് ചെലവഴിക്കണം. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഈ മക്കൾക്കും ബാക്കിയുള്ളവർക്കും ഈ മുന്നറിയിപ്പ് കൊടുക്കണമെന്നാണ് ഞാനും എന്നെ പോലുള്ള മാതാപിതാക്കളും. അതായത് കാരണം ഒരു മനുഷ്യന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? മനുഷ്യരായി പിറന്നില്ലേ നമ്മള്? അപ്പോ നമ്മൾ കാണയാണ്, നമ്മുടെ മുമ്പിൽ കാണയാണ് ആ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ മനുഷ്യനെ അവർ ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞ അവരെ വഞ്ചിക്കുക, ചതിക്കുക, വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന മക്കളായിരുന്നാലും ശരി, ഭാര്യ ആയിരുന്നാലും ശരി, അവര് ഈ സമൂഹത്തില് അവർ ജീവിക്കാൻ അർഹരല്ല. അവരെ എന്ന് പറയുന്ന ജയിലിലടയ്ക്കണം. അങ്ങനെയുള്ളവരെ ജയിലിലടയ്ക്കണം. അവർക്ക് കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം. മാതാപിതാക്കളെ അവഗണിക്കുന്നവര് പിന്നെ എന്ത് ദൈവം? പിന്നെ എന്ത് അള്ളാഹു? അപ്പൊ അള്ളാഹുവിലോ ദൈവത്തിലോ കർത്താവിലോ ഒന്നും വിശ്വസിക്കുന്ന ആരും, ഹൃദയം കൊണ്ട് അവരവരുടെ മതങ്ങൾ വിശ്വസിക്കുന്നവരാരും ചെയ്യില്ല എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവരും ചെയ്യുന്നുണ്ട്. അതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്താണ് ഈ പിന്നെ ദൈവത്തോടായിരുന്നാലും മതത്തിനോടായിരുന്നാലും സമൂഹത്തിനോടായിരുന്നാലും ഉള്ള കടപ്പാട് എന്താണ്? പറയുമ്പോൾ അവര് പിന്നെ വാ തുറന്നങ്ങ് പറയും എന്തും. പക്ഷെ അത് ഹൃദയം കൊണ്ട് പറയുന്നതല്ല. കള്ളവും കാപട്യവും വഞ്ചനയും ചതിയും എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ അപ്പോ UDFന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. ഏത് മാതാപിതാക്കളായിരുന്നാലും ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് നിങ്ങൾ അയക്കണം. അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. നിങ്ങളുടെ ആരെയും പേര് പ്രസിദ്ധീകരിക്കില്ല. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രമേ അത് പ്രസിദ്ധീകരിക്കുള്ളൂ. രഹസ്യമായിട്ട് വെച്ചേക്കും. എല്ലാ കംപ്ലൈന്റുകളും എല്ലാ പിന്നെ പരാതികളും പരിഹരിക്കപ്പെടാനുള്ളതാണ്. ആ പരാതി പരിഹരിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ശരി ഈ ചാനലും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ജയ് ഹിന്ദ്, ജയ് ഭാരത്.